ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ 75 ഹാർഡ് ഡേയ്സ് ചലഞ്ചിന്റെ 12ാമത്തെ ദിവസം എത്തിയിട്ടുണ്ട്. അപ്പൊ രാവിലെ ഈ കാര്യം തേച്ച് എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ യോഗേന്റെ ഓഫ്ലൈൻ ക്ലാസ്, ആദ്യത്തെ ഓഫ്ലൈൻ ക്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. വെള്ളിമാട് ഒന്ന് വെച്ചിലായിരുന്നു. അങ്ങനെ അതിന് പോകുന്ന തിരക്കിലാണ്. അപ്പൊ ഈ ഐബ്രോ പെൻസിലൊക്കെ വെച്ച് നമ്മൾ പിരിക്കും ഒന്ന് ഡാർക്കാക്കി കൊടുത്താൽ മതി. പക്ഷെ ഞാൻ അത് തേച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കരിമ്പൂച്ചിനെ പോലെ ഉണ്ടാവുന്നുണ്ട്. ഞാൻ ഈ ചിരട്ടക്കരിക്ക് വെച്ച് ഒരു സംഭവം ഉണ്ടാക്കിയത്, അതുകൊണ്ട് തേച്ചതാണ്. പക്ഷെ ഓവറാക്കി ചളാക്കിയാരി ഇത് നെറ്റി പിടിച്ചിടുന്നിട്ട്, അതായത് നമ്മൾ ഈ ഐബ്രോയിൽ ഇങ്ങനെ പറ്റിക്കിടന്നിട്ട് ശരിയായില്ല. അപ്പം അതൊക്കെ ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുക. ടൈം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ പുറത്ത് പോയിട്ട് നടക്കാനൊക്കെ പോയി വന്നിട്ടാണ് ഈ യോഗക്ക് പോകുന്നത്. യോഗ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ട്. ഇന്ന് ഫുൾ ടൈം ക്ലാസ് ആയിരുന്നു. അപ്പം അതിന് പോകുന്നൊരു തിരക്കിലായിരുന്നു. ആൻഡ് ഈ യോഗക്ക്, അതായത് ഞാനിപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ഫസ്റ്റ് ഓഫ്ലൈൻ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. ഈ യോഗക്ക് ചേർന്ന സമയത്ത് ഒരുപാട് ആളുകൾ, ഞാൻ അത്രത്തോളം വിശ്വസിച്ചിരുന്നതും ഇഷ്ടപ്പെട്ടിരുന്നതുമായ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്, നീ എന്തിനാണ് ഈ യോഗക്ക് ചേരുന്നത്? ആദ്യം ഇനി പോയിട്ട് ഒന്ന്, എൻ്റെ അമ്മ എപ്പോഴും പറയുന്ന ഡയലോഗാണ്, പൊന്നോ ഈ ഒരു തുണി എടുത്ത് നിലം തുടച്ചോ, ഒന്നാൻ്റെ വയറങ്ങോട്ട് കുറഞ്ഞോളുന്നു. അതേപോലെ തന്നെ എല്ലാവരും ചോദിക്കും, ഇനി എന്തിനാ യോഗക്കൊക്കെ പോകുന്നത്? ആദ്യം ഇനി ഒന്ന് മെലിയാൻ നോക്ക്, തടി കുറയ്ക്കാൻ നോക്ക്, എന്നിട്ട് ഈ യോഗക്ക് പോയിക്കൊള്ളുന്നത്. ആളുകളുടെ ഒരുപാട് മിഥ്യാധാരണകളാണ് ഈ യോഗക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മെലിഞ്ഞൊട്ടും കാര്യങ്ങളൊക്കെ. ആക്ച്വലി ഞാൻ ഈ യോഗ ആയാലും ഈ ഒരു ചലഞ്ച് ആയാലും ഒക്കെ എൻ്റെ മൈൻഡിൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അല്ലാതെ ഈ ഒരു 75 ദിവസം കഴിയുമ്പം ഒരു വണ്ടർ സൃഷ്ടിക്കുക എന്നുള്ള ഇതല്ല. ഓരോ ബേബി സ്റ്റെപ്പും അത്രത്തോളം ഇഷ്ടത്തോടു കൂടിയും അത്രത്തോളം ക്യൂരിയസ് ആയിട്ടും ആൻഡ് അതേപോലെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഓരോ ദിവസം ഇങ്ങനെ കടന്നു പോകുന്നത്. അങ്ങനെ ഞാൻ എന്നെ സുന്ദരിക്കായിട്ട് എൻ്റെ മുത്തൂന് രാവിലെ ഉണ്ടാക്കി വെച്ച നെല്ലിത്തിരി കഞ്ഞിയാണ്, അതൊക്കെ കുടിച്ചിട്ട് പോയി. ആൻഡ് അവിടെ എത്തിയ സമയത്ത് നമുക്ക് നല്ലൊരു വാം വെൽക്കമിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആൻഡ് 10 മണി, അറൗണ്ട് ഒരു 10-10:30 ആ സമയത്ത് ചായ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ മധുരം ഞാൻ കുടിക്കുകയൊന്നും ചെയ്യാത്തതുകൊണ്ട് വിത്തൗട്ട് ചായ ആയിരുന്നു. പിന്നെ ഉച്ചക്കൊക്കെ നല്ല സാമ്പാറും ചോറും ഒക്കെ ആയിരുന്നു. ആൻഡ് ഇത് ആ ഒരു ബ്രേക്ക് കിട്ടിയ സമയത്ത്, ചോറൊക്കെ തന്നു കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടിയ സമയത്ത് ഞാൻ അതൊന്ന് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചതാണ്. ആൻഡ് രാവിലെ കാവടി തുള്ളിയൊക്കെ പോയിട്ട് വൈകുന്നേരം വരുമ്പോഴത്തേ കാലിലൊക്കെ മസിൽ കയറി നല്ല അടാറ് വേദനയായിട്ടാണ് വന്നത്. പിന്നെ നാളെ മുതൽ ഞാൻ വേറൊരു ചലഞ്ചും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി നെസ്റ്റോയിൽ പോയി. ദെൻ വീട്ടിലെത്തി ബുക്കൊക്കെ വായിച്ചു. അങ്ങനെ നമ്മളെ ഇന്നത്തെ ഡേ എൻഡ് ആയി.